യേശുവേ നിന്റെ രൂപമേ എന്റെ കണ്ണുകൾക്കെത്ര സൗന്ദര്യം. ശിഷ്യനാകുന്ന എന്നെയും നിന്നെ പോലെയാക്കണം മുഴുവൻ. ശിഷ്യനാകുന്ന എന്നെയും നിന്നെ പോലെയാക്കണം മുഴുവൻ. സ്നേഹമാം നിന്നെ കണ്ടവൻ പിന്നെ സ്നേഹിക്കാതെ ജീവിക്കുമോ? സ്നേഹമാം നിന്നെ കണ്ടവൻ പിന്നെ സ്നേഹിക്കാതെ ജീവിക്കുമോ? ദഹിപ്പിക്കണമെന്നെ ശേഷം സ്നേഹം നൽകണം പ്രഭു. ദഹിപ്പിക്കണമെന്നെ ശേഷം സ്നേഹം നൽകണം പ്രഭു. യേശുവേ നിന്റെ രൂപമേ എന്റെ കണ്ണുകൾക്കെത്ര സൗന്ദര്യം. യേശുവേ നിന്റെ രൂപമേ എന്റെ കണ്ണുകൾക്കെത്ര സൗന്ദര്യം. ശിഷ്യനാകുന്ന എന്നെയും നിന്നെ പോലെയാക്കണം മുഴുവൻ. ശിഷ്യനാകുന്ന എന്നെയും നിന്നെ പോലെയാക്കണം മുഴുവൻ. ദാസനെ പോലെ സേവയെ ചെയ്ത ദൈവത്തിൻ ഏകജാതനേ. ദാസനെ പോലെ സേവയെ ചെയ്ത ദൈവത്തിൻ ഏകജാതനേ. വാസം ചെയ്യണമേ നിന്നേനയം എന്റെ ഉള്ളിലും നാഥനേ. വാസം ചെയ്യണം ഈ നിന്നേനയം എന്റെ ഉള്ളിലും നാഥനേ. യേശുവേ നിന്റെ രൂപമേ എന്റെ കണ്ണുകൾക്കെത്ര സൗന്ദര്യം. യേശുവേ നിന്റെ രൂപമേ എന്റെ കണ്ണുകൾക്കെത്ര സൗന്ദര്യം. ശിഷ്യനാകുന്ന എന്നെയും നിന്നെ പോലെയാക്കണം മുഴുവൻ. ശിഷ്യനാകുന്ന എന്നെയും നിന്നെ പോലെയാക്കണം മുഴുവൻ. മത്തായിയുടെ സുവിശേഷം 19:26 വാക്യം. യേശു അവരെ നോക്കി, അത് മനുഷ്യർക്ക് അസാധ്യം എങ്കിൽ ദൈവത്തിന് സകലവും സാധ്യം എന്ന് പറഞ്ഞു. ജീവവചനത്തിന്റെ പ്രതിദിന ധ്യാന ചിന്തയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. സാധ്യതകളുടെ അവകാശം നിങ്ങളിലുണ്ട് എന്നൊരു വിഷയമാണ് നാം ചിന്തിക്കുന്നത്. കൂടപ്പിറപ്പുകളെ മനുഷ്യന് ലഭ്യമാകേണ്ടതും എന്നാൽ അവനായിരിക്കുന്ന അവസ്ഥയിലും അവന്റെ ആഗ്രഹം കൊണ്ടും കഴിവുകൊണ്ടും പ്രയത്നം കൊണ്ടും നേടാൻ കഴിഞ്ഞിട്ടില്ലാത്തതും ഒരിക്കലും ഇത് എനിക്ക് സാധ്യമാകയില്ല എന്ന് കരുതുന്നതുമായ അനേക വിഷയങ്ങളുണ്ട്. രക്ഷയും നിത്യജീവനും മനുഷ്യന്റെ കഴിവുകൊണ്ടും പ്രയത്നം കൊണ്ടും ലഭിക്കുന്നതല്ല. സൗഖ്യവും മരണത്തിൽ നിന്നുള്ള നീക്കുപോക്കുകളും മനുഷ്യന്റെ മിടുക്ക് കൊണ്ട് നേടാനാവുന്നതുമല്ല. ഇങ്ങനെ നിരവധി വിഷയങ്ങൾ മനുഷ്യന് സ്വയം നേടാൻ കഴിയാത്തത് ദൈവത്താൽ മനുഷ്യന് ലഭ്യമാകുന്നതിനെ കുറിച്ച് തിരുവചനം വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നു. മനുഷ്യ പ്രയത്നങ്ങൾ പലതും ദൈവത്തിന്റെ അനുഗ്രഹമില്ലെങ്കിൽ പരാജയപ്പെട്ടു പോകും. അസാധ്യതകളുടെ സാഹചര്യങ്ങളും ദൈവാനുഗ്രഹമില്ലാത്ത പ്രയത്നങ്ങളുടെ തകർച്ചകളുമൊക്കെ നേരിട്ട് ഈ കാലഘട്ടങ്ങളിൽ അനേകർ തങ്ങളുടെ ജീവിതത്തിൽ നിരാശരാകുകയും തകർന്നു പോകുകയും ചെയ്യുന്നുമുണ്ട് എന്ന് നാം തിരിച്ചറിയുന്നു.
എന്നാൽ ദൈവത്തിൽ വിശ്വാസം അർപ്പിക്കുകയും ദൈവപ്രവൃത്തി തന്നിൽ ഉളവാകണം എന്നാഗ്രഹിച്ച് ദൈവത്തിൽ മാത്രം ആശ്രയിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ദൈവത്തിന്റെ വചനം കൊടുക്കുന്ന ഉറപ്പാണ് അത് മനുഷ്യർക്ക് അസാധ്യം എങ്കിലും ദൈവത്തിന് സകലവും സാധ്യം എന്നുള്ളത്. പ്രിയരെ, മനുഷ്യൻ സ്വന്തം കഴിവിൽ ആശ്രയിക്കുമ്പോഴും അഹംഭാവം അവനിൽ ഉയരുമ്പോഴും ദൈവത്തിലുള്ള അവിശ്വാസം അവനിൽ ഉയരുവാൻ തുടങ്ങും. അത് അവനെ പരാജയത്തിലേക്കും നാശത്തിലേക്കും കൊണ്ടുചെന്നെത്തി. എനിക്ക് സ്വയമേ ഒന്നും കഴിയുകയില്ല എന്ന് ഒരുവൻ സമ്മതിക്കുകയും ദൈവമേ അങ്ങയുടെ ശക്തിയാൽ മാത്രമേ എനിക്ക്, അങ്ങയുടെ ആത്മാവിനാൽ മാത്രമേ, അങ്ങയുടെ സഹായം കൊണ്ട് മാത്രമേ എനിക്ക് വിജയിക്കുവാൻ കഴിയുകയുള്ളൂ എന്ന് സമർപ്പിക്കുകയും സമ്മതിക്കുകയും ചെയ്യുമ്പോൾ മുതലാണ് അസാധ്യതകളുടെ സാഹചര്യങ്ങൾ അവന്റെ മുൻപിൽ നിന്ന് വഴിമാറിപ്പോകുന്നത്. പലരിലും, പല മനുഷ്യരിലും അവിശ്വാസം കുടികൊള്ളുന്നു. മനുഷ്യനിലുള്ള അവിശ്വാസം പലപ്പോഴും അവങ്ങൾ നടക്കേണ്ടിയ ദൈവിക വിടുതലിനെ, അവനിൽ വെളിപ്പെടേണ്ടിയ ദൈവിക പദ്ധതികളെ തടയുന്നത്. ഹൃദയത്തിൽ അവിശ്വാസം വ്യാപരിക്കുന്നുണ്ടെങ്കിൽ ഒരത്ഭുതം ഒരിക്കലും പ്രതീക്ഷിക്കരുത്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അത്ഭുതം നടക്കണമെങ്കിൽ, ഒരു വാഗ്ദത്തം നിറവേറ്റപ്പെടണമെങ്കിൽ, ദൈവിക പദ്ധതി നിങ്ങളിൽ സാധ്യമാകണമെങ്കിൽ നിങ്ങൾ ദൈവത്തിന്റെ വചനത്തിൽ ഉറച്ച് വിശ്വസിച്ചെങ്കിലേ മതിയാകുകയുള്ളൂ. മനുഷ്യന്റെ അവിശ്വാസം പ്രിയരെ ദൈവത്തെ വേദനിപ്പിക്കുന്നതാണ്. നാം ദൈവിക വാഗ്ദത്തങ്ങളെ അവിശ്വസിക്കുന്നുണ്ടെങ്കിൽ, അവിശ്വാസത്തിന്റെ വാക്കുകൾ നമ്മിൽ നിന്ന് കൂടെ കൂടെ ഉയരുന്നുണ്ടെങ്കിൽ അത് ദൈവഹൃദയത്തെ വേദനിപ്പിക്കുന്നതായി തീരും. നാം ദിനംതോറും ദൈവകൃപയിൽ ആശ്രയിക്കുന്നവരാകണം. നാം ഇപ്പോൾ ആയിരിക്കുന്നത് ദൈവകൃപയാലാണ്. കാരണം ഇന്നിന്റെ കാലഘട്ടത്തിൽ പ്രിയരെ നാം ദൈവമക്കളാണ്. ഇന്നലകളിൽ നാം അന്ധകാരത്തിന്റെ തടവറയിലായിരുന്നു, പിശാചിന്റെ അടിമത്തത്തിൽ കഴിഞ്ഞിരുന്നവരായിരുന്നു, പാരമ്പര്യത്തിന്റെയും ജാതിക അവകാശങ്ങളുടെയും ഒക്കെ ചങ്ങലകളിൽ പൂട്ടപ്പെട്ടവരായിരുന്നു. നാം കോപത്തിന്റെ മക്കളായിരുന്നു. എന്നാൽ മുൻനിർണയപ്രകാരമുള്ള വിളി, ദൈവത്തിന്റെ ആ അത്ഭുതകരമാകുന്ന വിളി നമ്മളുടെ മേൽ വന്നു. അത് പരമവിളിയായിരുന്നു എന്ന് ദൈവത്തിന്റെ വചനം ഓർപ്പിക്കുന്നു. നമ്മ ഇരുട്ടിന്റെ ചങ്ങലകളിൽ നിന്ന് ദൈവം നമ്മുടെ മേൽ കരുണ ചൊരിഞ്ഞ് തന്റെ കൃപ പകർന്ന് വിടുവിച്ച് വെളിച്ചത്തിന്റെ രാജ്യത്തിലാക്കി വെച്ചിരിക്കുന്നു. നാം ഇപ്പോൾ ദൈവ മക്കളാണ്. നാം ദൈവത്തിന്റെ മക്കളാണ്. വലിയ സാധ്യതകളാണ് ദൈവം നമ്മുടെ മുൻപിൽ പ്രിയരെ ഒരുക്കി വച്ചിരിക്കുന്നത്. നാം അത് നേടേണ്ടതിനു വേണ്ടിയാണ്. നാം അത് കണ്ടുകൊണ്ടിരിക്കുവാനോ കേട്ടറിഞ്ഞിരിക്കുവാനോ അല്ല, നാം അത് നേടിയെടുക്കേണ്ടതാണ്. എന്നാൽ നമ്മുടെ പ്രതിയോഗി നമ്മെ നോക്കി പറയുന്നു, അത് നടക്കുകയില്ല, നിനക്കത് സാധ്യമാകുകയില്ല, നിന്നെ കൊണ്ടതിന് കഴിയുകയില്ല. ഉടപ്പറപ്പുകളെ, അത് നിനക്ക് അസാധ്യമാണ് എന്ന് ദുഷ്ടപിശാച് നമ്മുടെ ഹൃദയത്തിൽ കേൾപ്പിക്കുമ്പോൾ, നമ്മുടെ കാതിൽ അത് മുഴക്കി കേൾപ്പിക്കുമ്പോൾ അത് വിശ്വസിക്കരുത്, അതിനെ തള്ളിക്കളയുക. നാം കേൾക്കേണ്ടത്, വിശ്വസിക്കേണ്ടത്, ഏറ്റെടുക്കേണ്ടത് ദൈവത്തിന്റെ വാക്കുകളാണ്, ദൈവത്തിന്റെ വചനങ്ങളാണ്. നാം പിശാചിന്റെ വാക്കിന് ചെവി കൊടുക്കരുത്. പ്രിയരെ, നാം പിശാചിന്റെ വാക്കിന് ചെവി കൊടുക്കാതെ നമ്മിൽ അവിശ്വാസവും മറുതലിപ്പും ഉളവാക്കുവാനുള്ള അവന്റെ കപട സ്നേഹത്തിന്റെ ആ മന്ത്രണങ്ങളെ തള്ളിക്കളഞ്ഞു ദൈവത്തിന്റെ വാക്കിൽ ഉറച്ചു വിശ്വസിക്കുന്നവർക്ക് സകലവും സാധ്യവും എന്ന് പറഞ്ഞിരിക്കുന്ന ദൈവം, ആ ദൈവത്തിന്റെ ആ ദൈവം പറഞ്ഞു തന്നിരിക്കുന്ന വാഗ്ദത്ത വചനങ്ങളെ നാം ദൈനംദിനം നമ്മുടെ ജീവിതത്തിൽ ഏറ്റുപറയുക. അതിന് ദൈവകൃപയിൽ നാം ആശ്രയിക്കണം. നമ്മിൽ ദൈവകൃപ കരുണാമയനായ ദൈവം പകർന്നു തന്നിട്ടുണ്ട്. തിരുവചനം പറയുന്നു, നാം ഇപ്പോൾ ദൈവകൃപയിലാണ്. പൗലോസ് അപ്പോസ്തലൻ തന്നെ കുറിച്ച് പറഞ്ഞത് ഓർക്കുക, ഞാൻ ആകുന്നത് ദൈവകൃപയാലാകുന്നു. പ്രിയര്, ദൈവകൃപയിൽ നടക്കുന്നവന് മനുഷ്യരാൽ അസാധ്യമായത് ദൈവത്താൽ സാധ്യം. കൂടപ്പുറപ്പുകളെ, നമ്മിൽ അവിശ്വാസം നിറഞ്ഞാൽ അത് നമ്മെ നശിപ്പിക്കും.
നമുക്ക് വേണ്ടിയുള്ള ദൈവിക പ്രവൃത്തിയുടെ കരങ്ങളെ അത് തടയുവാനിടയാകും. ഇനി ഒരിക്കലും എനിക്കത് സാധ്യമാകുകയില്ല എന്ന് നിങ്ങൾ കരുതിയതോ അല്ലെങ്കിൽ വിധി എഴുതിയതോ ആയ അസാധ്യതകൾ നിങ്ങളുടെ ജീവിതത്തിൽ സാധ്യമാണ് എന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. അതുകൊണ്ട് ദൈവപ്രവൃത്തിയിൽ വിശ്വസിക്കുക. നിങ്ങളായിരിക്കുന്നത് ദൈവകൃപയാലാണെന്ന് ഉറക്കെ പറയുക. അതിൽ നിങ്ങൾ ഉറയ്ക്കുക. നിങ്ങൾ ദൈവത്തിന്റെ മക്കളാണ്. നിങ്ങളുടെ മേൽ ദൈവത്തിന്റെ വിടുതലുകളുടെ, ദൈവത്തിന്റെ സാധ്യതകളുടെ അവകാശമുണ്ട്. മക്കൾ അവകാശികളാണ് എന്ന് ദൈവത്തിന്റെ വചനം ഓർപ്പിക്കുന്നു. ദൈവവചനം നിങ്ങൾക്ക് ഉറപ്പ് നൽകിയിരിക്കുന്നത് നിങ്ങൾ മക്കളാണെങ്കിൽ നിങ്ങൾ അവകാശികളാണ് എന്നുള്ളത്. പ്രിയരെ, മറക്കരുത്, മക്കൾ അവകാശികളാണ്. ദൈവവചനം നിങ്ങൾക്ക് ഉറപ്പ് നൽകിയിരിക്കുന്നതും നിങ്ങൾക്ക് ന്യായമായും അവകാശമായിരിക്കേണ്ടതുമായ ചില അസാധ്യതകൾ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്താൽ സാധ്യമായി തീരും എന്ന് ഹൃദയത്തിൽ ഉറച്ചു വിശ്വസിക്കുക. തുടർന്ന് ദൈവകൃപയിൽ തന്നെ ആശ്രയിച്ചു നിൽക്കുക. ഉറച്ചു വിശ്വസിക്കുക. ദൈവത്തിന്റെ നാമം നിങ്ങൾ മൂലം മഹത്വപ്പെടുവാൻ ഇടയായിത്തീരും. പ്രാർത്ഥനയ്ക്കായി കണ്ണുകളെ അടയ്ക്കുക. പരിശുദ്ധനായ സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ നല്ല സമയത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു. വചനം കേട്ട അങ്ങയുടെ മക്കളുടെ മേൽ, സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന അങ്ങയുടെ കുഞ്ഞുങ്ങളുടെ മേൽ കർത്താവിന്റെ കൃപ നിറച്ചു കൊടുക്കണമേ. അവർക്ക് അവരുടെ ജീവിതത്തിൽ സാധ്യതകളുടെ അവകാശങ്ങൾ ഉണ്ട് എന്ന് ഉറച്ചു വിശ്വസിക്കുവാൻ കൃപ കൊടുത്താണ്. അവരുടെ ജീവിതത്തിൽ ചില അസാധ്യതകൾ സാധ്യങ്ങളാകും എന്ന് ദൈവത്തിന്റെ വചനം ഓർപ്പിച്ചിരിക്കുന്നതിനാൽ അവരുടെ സാധ്യതകൾ കർത്താവെ പ്രാപിച്ചെടുക്കുവാൻ, ഉറച്ചു നിൽക്കുവാൻ, വിശ്വസിക്കുവാൻ, ഏറ്റുപറയുവാൻ നിന്റെ മക്കളെ ഇന്ന് പകൽ ധൈര്യപ്പെടുത്തുമാറാകണമേ. കൃപ പകർന്നാൽ, അനുഗ്രഹിച്ചാൽ ഇന്നിന്റെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുത്ത് മാനിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പച്ച, പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. സകലതും ഞങ്ങൾക്ക് വേണ്ടി ജീവൻ തന്ന യേശു കർത്താവിന്റെ ധന്യമായ നാമത്തിൽ താഴ്മയോട് അപേക്ഷിക്കുന്നു. ദയതോന്നി കേൾക്കുമാറാകണമേ. ആമേൻ. പ്രിയരെ, വചനങ്ങളാൽ പരിശുദ്ധനായ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ വാഴ്ചപ്പെട്ട കർത്താവിന്റെ വരവടുത്തിരിക്കുന്നതിനാൽ അവന്റെ വരവിന് വേണ്ടി ഒരുങ്ങി കാത്തിരിക്കാം. മാറാനാഥ. പ്രാണപ്രിയൻ തന്റെ